ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തെല്ലാമാണ് കാര്യമായിട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ, പുതിയ പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യപേപ്പറിനകത്ത് പുതിയ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദ്യ മാതൃകയിൽ മാറ്റം സംഭവിച്ചു എന്ന് കഴിഞ്ഞ ദിവസം പരാമർശിക്കപ്പെടുകയുണ്ടായി പത്രത്തിനകത്തൊക്കെ. പല കുട്ടികൾ ഇത് എന്താണ് ചോദിക്കാൻ പോകുന്നത്, ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഒരു ചോദ്യം വരൂലേ, ടെക്സ്റ്റ് ബുക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ചോദ്യപേപ്പർ ഒരു മോഡൽ SCERT-ക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാതൃക നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് പരിശോധിക്കുകയാണ്. ചോദ്യ മാതൃക അറിയാൻ വേണ്ടിയിട്ടാണ്. ചോദ്യോത്തരം പഠിപ്പിക്കുകയല്ല ഇപ്പം നമ്മൾ. ചോദ്യ മാതൃകയിൽ എന്ത് മാറ്റമാണ് കേരള പാഠാവലി എന്ന മലയാളത്തിനകത്ത് കാര്യമായിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കുന്ന സെഷനാണ്. എല്ലാ മക്കൾക്കും ഈ ക്ലാസ്സിനകത്തേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയ്സൽ എന്നാണ്, ഓർമ്മയിൽ വെച്ചേക്കുക. നോക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ ഇങ്ങനെയാണ്. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതം, ഒരു മാർക്ക് വീതം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട്. വീടിനെ കുറിച്ചുള്ള ബഷീറിന്റെ കാഴ്ചപ്പാടിന് യോജിച്ച ആശയം ഏതാണ്? സ്വാഭാവികമായിട്ടാണ്, ജീവജാലങ്ങളെ കുടുംബാംഗങ്ങളായി കാണുന്നില്ല, തെറ്റ്. എല്ലാ ജീവജാലങ്ങളെയും കുടുംബാംഗങ്ങളായി കാണുന്നു, ശരി. പ്രകൃതി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്, തെറ്റ്. വീട് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്, തെറ്റ്. യോജിച്ച ആശയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മാത്രമാണ്, എല്ലാ ജീവജാലങ്ങളെയും. ഇത് പഴയ രീതിയിൽ തന്നെയുള്ള ചോദ്യം തന്നെയാണ്. നമുക്ക് വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാം. എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നതു കൈവന്നോട്ടെ, പുളിമാവ് വെട്ടി. ഈ വരികളിൽ വിമർശിക്കപ്പെടുന്ന മനോഭാവം ഏതാണ്? എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈവന്നോട്ടെ. ഈ വരികളിൽ വിമർശിക്കപ്പെടുന്ന മനോഭാവം, ഭാവം, സാന്ദർഭിക സ്വഭാവം, ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മോഡലുകളിലും ഇതുണ്ട്. അപ്പോൾ ഇത് കാര്യമായിട്ട് മാറ്റമുള്ളതല്ല. പണമാണ് മുഖ്യമെന്ന നിലപാടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വിമർശിക്കപ്പെടുന്നത്. നമുക്കറിയാം. പ്രയോഗത്തിന്റെ സാന്ദർഭികാർത്ഥം സിമ്പിള് നമുക്കറിയാം. താഴെ തന്നിരിക്കുന്ന യോജിക്കാത്തത് ഏതാണ്? യോജിക്കാത്തത് പ്രകൃതി പാഠങ്ങൾ എന്ന ലേഖനത്തിലെ പാരിസ്ഥിതിക വിവേകം നിലനിർത്തണം, വികസനം പരിസ്ഥിതി സൗഹൃദമാകണം, മനുഷ്യന്റെ ആർത്തി സംസ്കാരം ഭൂമിക്ക് ഗുണമാണ്, മാനവികത ബോധത്തിന് പ്രാധാന്യം നൽകിയ കവിയാണ് വൈലോപ്പിള്ളി. അപ്പോൾ ഇത് മാത്രമാണ് യോജിക്കാത്തത്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമായി മാറ്റി എഴുതുക. ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമാണ് ഈ കൃതി, അല്ലേ? ഏത് കൃതി? പാത്തുമ്മയുടെ ആട്. ആ പാത്തുമ്മയുടെ ആടിനെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നതിനെ എന്ത് ചെയ്യുക, മാറ്റുക, അല്ലെങ്കിൽ അമ്മയുടെ സവിശേഷതകൾ കുറിക്കുക. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. 6 മുതൽ 9 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്ക് വീതം. ആദ്യം 4 മാർക്കായിരുന്നു, ഇപ്പം അതിൽ നിന്ന് മാറ്റം സംഭവിച്ച് 5 മാർക്കിലേക്ക് വന്നു. ടോട്ടൽ 20 എണ്ണാണ്. ആദ്യം 5 × 4 ആയിരുന്നു. 5 എണ്ണം എഴുതിയിട്ട് 4 മാർക്ക് വീതം വാങ്ങി 20 എത്തണമായിരുന്നു. ഇപ്പം 4 × 5 ആയി. 4 എണ്ണം 5 മാർക്കിന് എഴുതിയിട്ട് 20 മാർക്കിലേക്ക് എത്തുക. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലുമാര്യന്മാർ. സാമൂഹിക ജീവിതാവസ്ഥ, കാലഘട്ടത്തിലെ സാമൂഹിക അവസ്ഥ കണ്ടെത്തി എഴുതുക. സിമ്പിൾ, പഴയ രൂപത്തിൽ തന്നെയാണ്. പാൽക്കാരന്റെ മനോഭാവം നേരത്തെ നമ്മൾ പറഞ്ഞു. ചന്ത കൂടിയ ബഹളമാണ്, നിങ്ങളുടെ അഭിപ്രായം. സ്വാഭിപ്രായക്കുറിപ്പ് പഴയ മോഡലാണ്. പച്ചക്കല്ല് വിളഞ്ഞു കിടക്കും, ലഘുകുറിപ്പ് മോഹനാണ്. ഇതാ 9ാമത്തെ ചോദ്യം. കഥാഭാഗം വായിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു +1 +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടാവുന്ന ഒരു ചോദ്യ മാതൃക 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. ഒരു ഖണ്ഡിക വായിച്ച്, ഒരു കഥ വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, അല്ലെങ്കിൽ ഖണ്ഡിക വായിച്ച് അതിനെ 3-1 സംഗ്രഹിക്കുക എന്നീ മെത്തേഡുകളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫോളോ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതും. തൻ്റെ ആ കൊച്ചു സാമ്രാജ്യത്തിലെ അമൂല്യ വസ്തുക്കളെല്ലാം ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുവാൻ അവൻ ആഗ്രഹിച്ചു. വണ്ടുകൾ, പല്ലികൾ, ഓന്തുകൾ, 100 കണക്കിന് ഷഡ്പദങ്ങൾ തുടങ്ങിയവയെല്ലാം ഓക്കുമരത്തിന്റെ വേരുകളെ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നു. ചില ജീവികൾ വേരിന്റെ ചുളിവുകളിൽ അഭയം തേടിയിരുന്നു. ഇനിയും ചില സൂക്ഷ്മജീവികൾ തടിയുടെ പുറന്തൊലിയിലെ ചാലുകളെ ആവാസ കേന്ദ്രമാക്കി. അവയെ മരത്തിന്റെ തോലിൽ നിന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു. അവ മരത്തിന്റെ ഒരു ഭാഗം പോലെ തോന്നിച്ചു.
തൻ്റെ കൊച്ചു സാമ്രാജ്യത്തിലെ അമൂല്യ വസ്തുക്കളായി സൗഷ്കിൻ കരുതിയിരുന്നത് എന്തെല്ലാം? വണ്ടുകൾ, പല്ലികൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ജീവിജാലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പറയുന്നുണ്ടല്ലോ. ആ ഉത്തരങ്ങൾ മുഴുവൻ കൊണ്ടുവരാം. അടുത്തത്, ഓക്കുമരം ജീവന്റെയും നിലനിൽപ്പിന്റെയും പ്രതീകമായി മാറുന്നത് എങ്ങനെ? ഈ ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ മരത്തേക്കാൾ അനുയോജ്യമായ താമസ സ്ഥലം, ഇത്രയും ജീവികൾ അവിടെ ജീവിക്കുന്നതുകൊണ്ടാണ് നിലനിൽപ്പിന്റെ പ്രതീകമായി മാറിയത്. 2 ചോദ്യത്തിൻ്റെ ഉത്തരം പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക. ദെൻ കഥാപാത്ര നിരൂപണം, ഡോക്ടർ കെ എന്ന കഥാപാത്ര നിരൂപണം. ദെൻ മാനവികതയും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം, പ്രസംഗം തന്നെയാണ് എന്ത്, പ്രഭാഷണം തയ്യാറാക്കുക. മുമ്പൊക്കെ നമ്മൾ ചെയ്ത സാധനം തന്നെയാണ്. ഒരു കവിത തന്നിട്ടുണ്ട് മോഹനകൃഷ്ണൻ കാലടിയുടെ, അതിനെക്കുറിച്ചുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വേറെ കാണാനില്ല. സെറ്റാണല്ലോ. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒരു രൂപത്തിൽ, ഒരു പാരഗ്രാഫ് ടൈപ്പ്. അത് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോ ടെൻഷൻ, നോ വറി, നമ്മൾ എന്ത് ചെയ്തിരിക്കും, നേടിയിരിക്കും. ഓക്കെ, താങ്ക് യു.